ചൈനയുമായി സമഗ്രമായ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് കുക്ക് ദ്വീപുകൾ. ഇതോടെ വ്യാപാരം, നിക്ഷേപം, സമുദ്രശാസ്ത്രം, അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ ചൈനയുടെ ഇടപെടൽ കൂടുതൽ സാധ്യമാക്കും. വടക്കുകിഴക്കൻ ചൈനയിലെ ഹിലോങ്ജിയാങ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഹാർബിനിൽ വെച്ച് കുക്ക് ദ്വീപുകളുടെ പ്രധാനമന്ത്രി മാർക്ക് ബ്രൗണും ചൈനീസ് പ്രധാനമന്ത്രി ലുക്യാങ്ങും ചേർന്നാണ് കരാർ ഔദ്യോഗികമായി അംഗീകരിച്ചത്. കരാർ ഒപ്പുവച്ചതിനെ തുടർന്നുള്ള പ്രസ്താവനയിൽ കുക്ക് ദ്വീപുകൾക്ക് പങ്കാളിത്തത്തിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ബ്രൗൺ പറഞ്ഞു. ന്യൂസിലൻഡിനും ഹവായിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വയംഭരണ പസഫിക് രാജ്യമാണ് കുക്ക് ദ്വീപുകൾ. പസഫിക്കിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ന്യൂസിലൻഡിന് ആശങ്കകളുണ്ട്. പണ്ടുമുതലേ ബജറ്റ് പിന്തുണയും പ്രതിരോധ സഹായവും ഉൾപ്പെടെ കുക്ക് ദ്വീപുകളുമായി ന്യൂസിലൻഡിന് ദീർഘകാല ബന്ധമുണ്ട്. പസഫിക് മേഖലയിൽ ചൈനയുടെ നയതന്ത്ര, സാമ്പത്തിക, സൈനിക സ്വാധീനം വികസിപ്പിക്കാൻ ഈ കരാർ സഹായം ആകുമെന്ന് കരുതുന്നു. ചൈനയുമായുള്ള പങ്കാളിത്ത അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ താൽപ്പര്യങ്ങൾക്കും ദീർഘകാല വികസന ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്നതിനും ഈ കരാർ തന്റെ രാജ്യത്തിന് അവസരങ്ങൾ നൽകുമെന്നാണ് കുക്ക് ദ്വീപുകളുടെ പ്രധാനമന്ത്രി മാർക്ക് ബ്രൗൺ അഭിപ്രായപ്പെട്ടത്. എന്നാൽ ന്യൂസിലൻഡിന്റെ വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് ഈ കരാറിൽ ആശങ്കയുള്ളതായി പറഞ്ഞിരുന്നു. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, സമുദ്രശാസ്ത്രം, മത്സ്യകൃഷി, കൃഷി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധശേഷി, ദുരന്തനിവാരണ തയ്യാറെടുപ്പ് എന്നിവയുൾപ്പെടെ മുൻഗണനാ മേഖലകളിൽ ചൈനയും കുക്ക് ദ്വീപുകളും തമ്മിലുള്ള സഹകരണത്തിനുള്ള കരാറുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് രാജ്യം അവയെ സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് പറഞ്ഞു. ഈ മേഖലയിൽ നയതന്ത്രപരവും സാമ്പത്തികവുമായ വികസനം തുടരുന്നതിനാൽ ചൈനയുമായി ബന്ധം ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പുതിയ പസഫിക് രാഷ്ട്രമാണ് കുക്ക് ദ്വീപുകൾ. പസഫിക് സമുദ്രത്തിൽ അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവയുടെ ദീർഘകാല സാന്നിധ്യത്തെ വെല്ലുവിളിച്ച് പസഫിക്കിൽ സാമ്പത്തിക, നയതന്ത്ര സ്വാധീനം വികസിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നതിനിടെയാണ് കുക്ക് ദ്വീപുകളിൽ നിന്നുള്ള പ്രഖ്യാപനം. 17,000 ആളുകളുള്ള ഒരു രാജ്യമായ കുക്ക് ദ്വീപുകൾക്ക് തന്ത്രപരമായ പ്രാധാന്യമുണ്ട്. ന്യൂസിലൻഡുമായുള്ള സ്വതന്ത്ര ബന്ധം ഉണ്ടായിരുന്നിട്ടും അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെടാനുള്ള കുക്ക് ദ്വീപുകളുടെ നീക്കം മേഖലയിൽ സ്വാധീനം ചെലുത്താൻ മത്സരിക്കുന്ന പ്രധാന ശക്തികൾക്ക് വെല്ലുവിളിയാണ്. ചൈനയുമായുള്ള കുക്ക് ദ്വീപുകളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിലൂടെ പാശ്ചാത്യ സഖ്യകക്ഷികളുമായി ചരിത്രപരമായ ബന്ധമുള്ള ഒരു പ്രദേശത്ത് ചൈനയുടെ തന്ത്രപരമായ സ്ഥാനം ദ്വീപ് രാഷ്ട്രം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബ്രൗണിന്റെ സന്ദർശനവേളയിൽ കുക്ക് ദ്വീപുകളിലെ ഉദ്യോഗസ്ഥർ ചൈനീസ് സ്ഥാപനങ്ങളുമായി കടൽത്തീര ധാതുഗവേഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇത് ഈ മേഖലയിലെ ചൈനീസ് നിക്ഷേപത്തിന്റെ സാധ്യത ഉയർത്തിക്കാട്ടുന്നതാണ്. കൂടാതെ നിക്കൽ, കൊബാൾട്ട്, മറ്റു വിലയേറിയ ലോഹങ്ങൾ എന്നിവയിൽ സമ്പന്നമായ നോഡ്യൂളുകൾ വേർതിരിച്ചെടുക്കുന്നതിനായി കുക്ക് ദ്വീപുകൾ ആഴക്കടൽ ഖനനവും പരിഗണിക്കുന്നുണ്ട്. പാരിസ്ഥിതിക ആശങ്കകൾ കാരണം ആഴക്കടൽ ഖനനം അന്താരാഷ്ട്ര തലത്തിൽ വിമർശനത്തിന് വിധേയമായിട്ടുമുണ്ട്.